കോഴിക്കോട് ചെറുവണ്ണൂരിൽ സ്റ്റീൽ കോംപ്ലക്സിൽ സംഘർഷ സാധ്യത. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്വത്തുക്കളുടെ കണക്കെടുപ്പിനെത്തുന്ന സ്വകാര്യ കമ്പനി പ്രതിനിധികളെ തടയാനൊരുങ്ങി നാട്ടുകാർ. സ്ഥലത്ത് കൂടുതൽ പോലീസ്. മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതായാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ്? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? സ്മിത, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. പോലീസും ഈ ഒരു ജനങ്ങളും മുഖാമുഖം നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇതൊരു കോഴിക്കോട് ചെറുവണ്ണൂരിലെ പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ കമ്പനിക്ക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനെതിരെ സർക്കാർ അപ്പീലിന് പോവുകയും തൽക്കാലത്തേക്ക് ഈ ഒരു ഭൂമിയുടെ കൈമാറ്റം നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെതിരെ ഈ ഒരു ഛത്തീസ്ഗഡ് ആസ്ഥാനമായിട്ടുള്ള കമ്പനി, ഈ സ്റ്റീൽ കോംപ്ലക്സ് വാങ്ങിയ ഛത്തീസ്ഗഡ് ആസ്ഥാനമായിട്ടുള്ള കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചു. ഈ ഹൈക്കോടതി പിന്നീട് പറഞ്ഞ ഒരു കാര്യം എന്നത് ഈ ഒരു ഭൂമി കൈമാറ്റത്തിന് സ്റ്റേ ഉണ്ട്. അതേസമയം തന്നെ ഇതിലെ സ്വത്തുവകകളുടെ കണക്കെടുക്കാം ഈ കമ്പനിക്ക്. അത് പ്രകാരമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ സംരക്ഷണം ഈ കമ്പനിക്ക് നൽകണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഇന്നിപ്പോൾ ഈ കമ്പനി പ്രതിനിധികൾ ഇങ്ങോട്ട് എത്താനായി വരാൻ തീരുമാനിച്ചത്. എന്നാൽ ഇതിനു മുന്നോടിയായി രാവിലെ 9 മണി മുതൽ തന്നെ ഈ ഒരു സ്റ്റീൽ കോംപ്ലക്സ് ഗേറ്റിന് മുന്നിൽ നമ്മൾ ഈ കാണുന്നത് പോലെ നാട്ടുകാരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. മറ്റ് യൂണിയൻ ഭാരവാഹികളൊന്നും ഇവരെ തടയരുത് എന്ന ഒരു നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യൂണിയൻ ഭാരവാഹികളൊന്നും തന്നെ ഇവിടെയില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളത് നാട്ടുകാരാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്റ്റീൽ കോംപ്ലക്സ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥർ, ഛത്തീസ്ഗഡ് ആസ്ഥാനമായ കമ്പനിയുടെ ഉദ്യോഗസ്ഥരാരും തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. അവർ ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുന്നോടിയായി പോലീസ് ഇവിടെ അനുനയ ചർച്ചയ്ക്കായി എത്തിയതായിരുന്നു. ആ പോലീസിനെയാണ് ഇപ്പോൾ ഇവർ ഇവിടെ തടഞ്ഞിട്ടുള്ളത്. അതായത് നാട്ടുകാർ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഈ ഛത്തീസ്ഗഡ് ആസ്ഥാനമായ ഈ കമ്പനിയുടെ ആളുകൾ ഇങ്ങോട്ട് ഈ ഒരു കണക്കെടുപ്പിന് എത്തുകയാണെങ്കിൽ അവരെ തടയും, ജീവൻ കൊടുത്തും അവരെ തടയും എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. അവർ വരികയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകും. നല്ലളം പോലീസിന്റെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംഘം ഇവിടെയുണ്ട്. കൂടുതൽ പോലീസ് സംഘം അല്പസമയത്തിനകം ഇങ്ങോട്ട് എത്തിച്ചേരും. കാരണം അവർക്ക് ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്, പോലീസിന് ഇവർക്ക് സംരക്ഷണം കൊടുക്കണം എന്നത്, കണക്കെടുപ്പ് പൂർത്തിയാക്കണം എന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ കണക്കെടുപ്പിന് ഈ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തും എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ പോലീസിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. അങ്ങനെ അവർ വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഈ സ്റ്റീൽ കോംപ്ലക്സിന് മുന്നിൽ പ്രതിഷേധത്തിന് വേദിയാകും ഈ സ്റ്റീൽ കോംപ്ലക്സിന് മുന്നിൽ. ഇതാണ്. ശരി, കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിൽ കണക്കെടുപ്പിന് എത്തുന്ന ഉദ്യോഗസ്ഥരെ തടയുകയാണ് പ്രതിഷേധക്കാരുടെ ലക്ഷ്യം. ചെറിയ രീതിയിലുള്ള നേരിയ തോതിലുള്ള ഒരു സംഘർഷ സാധ്യത പ്രദേശത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് മിഥില ബാലൻ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.